മക്കളൊക്കെ വിദേശത്തേക്ക് പറഞ്ഞയച്ചിട്ട് അച്ഛനും അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ ഒരു 10 സെന്റ് സ്ഥലം അതിനകത്തൊരു വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇന്നതാക്കണ ഈ കാണുന്ന ഒരു 8.5 സെന്റ് സ്ഥലം ഇതിനകത്ത് ഈ മനോഹരമായിട്ടുള്ള 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമൊക്കെ ഈ ഒരു വീട് സ്ഥലം നിങ്ങൾക്ക് സ്വന്താക്കട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലം വരുന്ന എവിടെയാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കൂടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു 8.5 സെന്റ് സ്ഥലം അതിനകത്ത് ഈ ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകണം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. കണ്ണൂര് തളിപ്പറമ്പ് പോണ ബസ്സാണ്. അപ്പൊ നിങ്ങളുടെ വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു തരട്ടോ. അതാക്കണം ഈ റോഡ് വരുന്ന ചെറുപുഴയിൽ നിന്ന് വരുന്ന റോഡാണ്. ചെറുപുഴയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഈ റോഡ് നേരാണ് പോയി കഴിഞ്ഞാൽ തളിപ്പറമ്പിന് പോണ റോഡാണ് കേട്ടോ. തളിപ്പറമ്പിന് വെറും 32 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ അതാക്കണം മെക്കാടൻ ടാറിങ് റോഡാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും ബസ്സുകളൊക്കെ ഉള്ള തളിപ്പറമ്പിനൊക്കെ പോകണമെന്നൊക്കെ ആണെങ്കിലൊക്കെ ഇഷ്ടം പോലെ ബസ്സുകൾ മിനിറ്റിനും ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതാക്കണ ഈ മെക്കാടൻ ടാറിങ് ഇതാക്കണ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ആ കാണുന്ന വീടാണെന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ആ ഒരു വീട് ഇനി ഇതാക്കണം നമ്മളിങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏത് നട്ടപ്പാതിര നേരത്തെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് നേരെ നമ്മളെ വീടിന്റെ മുറ്റത്തോട്ട് വന്ന് എത്തുകയും ചെയ്യും. പിന്നെ ഇതാക്കണ നമ്മളെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഇതാക്കണ പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. നിങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ചുറ്റുപാടും ബൗണ്ടറി എല്ലാം തിരിച്ചതാക്കണ മതിലൊക്കെ കെട്ടി നോക്കി ഫുള്ള് ലൈറ്റും സിസ്റ്റങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല കീട്ടിലും കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ വീടിന്റെ മിറ്റം കണ്ടില്ലേ, 2-3 വണ്ടിയൊക്കെ നിർത്താൻ സൗകര്യത്തിന് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചാൽ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ മെയിൻ റോഡാണ് കാണുന്നത്. ഏകദേശം ഒരു 50 മീറ്റർ ഉണ്ടാകും. ഇപ്പൊ ഇവിടുന്ന് ഇതാക്കണം ഇവിടെ തന്നെയാ റോഡ് കേട്ടോ. അങ്ങോട്ട് നോക്കി വണ്ടികൾ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാൻ കേട്ടോ. എത്രങ്ങാനും വണ്ടിയാന്നറിയോ. എവിടേക്കെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കണം അവിടേക്കാണ്ട് മാറ്റി ഒരുങ്ങാണ്ട് ഇറങ്ങി നിന്നാൽ മതി കേട്ടോ. അത്രയ്ക്ക് നല്ല ടൗണും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതാക്കണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ചുറ്റുഭാഗം ഇതേമാർക്ക് ഫുൾ എവിടെയും അതിര് തെറ്റാനോ ഒന്നുമില്ല, അതിര് മാറാനോ ഒന്നുമില്ല. ഇതേമാർക്ക് ചുറ്റുഭാഗം കെട്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഇതാക്കണം ഫുള്ള് ലൈറ്റും സിസ്റ്റങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് എല്ലാ ഭാഗവും. അതേമാർക്ക് ഇതാക്കണം അടുത്തുള്ള വീടുകളാണ് കാണട്ടെ. ഈ ഒരു ഭാഗത്ത് വീടുകളുണ്ട്, അതുപോലെ അങ്ങോട്ട് ഇതാക്കണ ആ ഒരു ഭാഗത്ത് വീടുണ്ട്. ഒക്കെ വലിയ വലിയ വീടുകളുണ്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ളത്. സാധാരണ നമ്മൾ ഒരു ചെല്ലണ മിക്ക സ്ഥലങ്ങളിലും ബോർവെല്ലായിരിക്കും വെള്ളത്തിന്റെ സൗകര്യത്തിന് ഉണ്ടാവുക. ഈ ഒരു സ്ഥലത്ത് നോക്കിയാൽ നിങ്ങൾ കിണറാണുള്ളത്. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. നല്ല ശുദ്ധമായ പച്ചവെള്ളം തന്നെ കുടിക്കാം നമുക്ക്. ഇങ്ങോട്ട് വന്നു നോക്കി നിങ്ങള് വലിയ കിണറാണ് കേട്ടോ. നോക്ക് എത്രങ്ങാനും വെള്ളം അറിയാം, നല്ല തെളിഞ്ഞ വെള്ളം. വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വീടിന്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമുക്ക് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ആ ഒരു ഭംഗിയൊന്ന് നോക്കിയാണ് നിങ്ങൾ എന്താ മുതലറിയോ, എന്താ മുതല് വീടറിയോ. അതിഗംഭീരമായിട്ടുള്ള വീടാണ്. അതിന്റെ ഉള്ളിക്കാണ്ട് കയറി ചെന്നാണ്ടല്ലോ സ്വർഗം കണ്ടമാർക്കാണ്. എന്താ രസം എന്നറിയോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന ആലക്കോടും അതുപോലെ വില്ലേജ് വരുന്നത് തിമിരിയിലാണ്. അതേമാതിരി താലൂക്ക് ഓഫീസ് വരുന്നത് നമുക്ക് തളിപ്പറമ്പിലുമാണ് കേട്ടോ. KSRTC ബസ്സാണ് ആ പോണത്. ചെറുപുഴ ഭാഗത്തോട്ട് പോണ ബസ്സാണ്. പിന്നെ ഇതാക്കണ ഇപ്പുറത്തേക്ക് കണ്ണൂരിന് പോണ ബസ്സും ആകണ് പോണ്. ഇനി നമ്മൾ ഈ ഒരു വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വെറും 3 മാസേ ആയിട്ടുള്ളൂ കേട്ടോ. പുതുമണം മാറാത്ത പുതുപുത്തൻ വീടാണ്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ സിറ്റ് ഔട്ടാണ്, ഓപ്പൺ സിറ്റ് ഔട്ട്. നല്ല ഫ്രഷ് വീടാണ് കേട്ടോ. ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ട്. ടൈലൊക്കെ കണ്ടില്ല, നല്ല രസമുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഫ്രണ്ട് ഡോറൊക്കെ നോക്ക് ഫുള്ളും മരത്തിന്റെ കേട്ടോ. ജനലും വാതിലും കട്ടിലും എല്ലാ സാധനങ്ങളും ഫുള്ളും മരത്തിന്റെ അതിൽ തന്നെയാണ് എല്ലാ ഡിസൈനും ചെയ്തിട്ടുള്ളത്. ഡോറൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് അകത്തേക്ക് ഒന്ന് പോയോക്കല്ലേ, വരിങ്ങളെ പോയോക്കാം നമുക്ക്. കടന്നു വരൂ. അപ്പൊ നമുക്ക് അകത്തേക്കൊന്ന് പോയോക്കട്ടെ. എന്റെ ദൈവമേ ഏതാ മുതലും ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഫുള്ള് കിടക്കാച്ചി പറഞ്ഞാൽ അതിലേറെ രസമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഏതാണ് മുതല്. ഫുള്ള് ലൈറ്റും സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ടൊന്ന് വന്നൊക്കെ ഹാളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ ഒന്ന് നോക്കി നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഹാള് ഇതാക്കുന്നത് ഫുള്ള് ഓപ്പൺ കിച്ചൺ. അതേമാതിരിക്ക് റൂമുകൾ ഇതാക്കുന്നത് മൊത്തം 4 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. ഒരു റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതേമാതിരിക്ക് രണ്ടാമത്തെ റൂം ഇവിടെയാണ്. സ്റ്റെയറൊക്കെ നോക്കിയാണ് നിങ്ങൾ സ്റ്റൈലൊക്കെ നോക്കി ഇങ്ങോട്ട് നോക്ക്. ഈ ടൈലൊക്കെ നോക്കി എന്താ രസം എന്നറിയാം. പിന്നെ നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വാഷിംഗ് ഏരിയ ഉണ്ട്. ഇനി ഇങ്ങോട്ട് ഇതാക്കണേ നമ്മൾ ഹാളിന്ന് ഇവിടെയാണ് നമുക്ക് ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഹാളിന്ന് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ ലിവിങ് സ്പേസ് ഇവിടെയാണ്. ഇങ്ങോട്ട് നോക്കി എന്താ രസം എന്നറിയാം. TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് നോക്കുക. അതിന്റെ ഫുള്ള് ലൈറ്റും സെറ്റപ്പൊക്കെ നോക്കുങ്ങള്. അതേമാതിരി ഇതിന്റെ ഈ ഒരു എന്താ പറയാ
വാൾ സ്റ്റൈലൊക്കെ കണ്ടില്ല നിങ്ങൾ, എന്താ ഭംഗി എന്നറിയാം. ഇതിന്റെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് കണ്ടില്ല, എന്ത് ഭംഗി. ഇവിടെ നോക്ക്, റൂഫിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഫുള്ള് കിടുക്കാച്ചി പറഞ്ഞാൽ കിഡിലോസ്റ്റ് വീടാണ്. ജനലൊക്കെ കണ്ടില്ലേ, രണ്ട് ഭാഗത്ത് ഫ്രണ്ട് എന്നുള്ള വ്യൂ കിട്ടുന്ന മാരിക്കുള്ള ഈ ഒരു ഭാഗത്ത് 3 കള്ളി, ഈ ഭാഗത്തും 3 കള്ളി ജനല്. ഇതിന്റെ ഒരു ഇതൊക്കെ നോക്കിയേ, ജനലിന്റെ കമ്പി നോക്കി കഴിഞ്ഞാൽ കൂടപ്പുറം അങ്ങാടിന് കാണാല്ലേ. അതെ, കൂടപ്പുറം അങ്ങാടിയാണ് ആ കാണുന്നത്. വണ്ടികൾ ഇങ്ങനെ ചീറിപ്പഞ്ഞ് തുരുതുരാ പോണ അങ്ങാടിയാണ്. പിന്നെ ഇതാക്കണം, ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സോഫ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തേക്കും മുതൽ വീട് അറിയോ. വീട്ടില് കുടുംബക്കാരൊക്കെ വന്ന് കയറുമ്പോ ഇതിനകത്ത് സോഫ സെറ്റിലൊക്കെ വന്നിരുന്നു ഒരു ചായ കൊണ്ട് കൊടുത്താ അല്ലെ, അതൊക്കെ കുടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ഓലൊക്കെ മുന്നിൽ ഏതാ ഗെറ്റപ്പ് അറിയാം നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് നമ്മൾ ലിവിങ് സ്പേസ് ഇട്ടത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചതാണ്. ഇനി ഇങ്ങോട്ട് വരിങ്ങള് ഇത് നോക്ക്, ഇതിന്റെയൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടെങ്കില് ഇതൊക്കെ മരമാണ് കേട്ടോ. ഇതില് മരത്തിൻ്റെത് കൊണ്ട് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുള്ളത്, ജനലും വാതിലും കട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതാക്കണ് നമ്മൾ ഇങ്ങോട്ട് ഹാളിക്ക് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് സ്റ്റെയറൊക്കെ നോക്ക്. സ്റ്റെയറിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ ടൈല് കണ്ട് എന്ത് നല്ല നല്ല എന്താ പറയാ, നല്ല നല്ല ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോ അവര് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടല്ല കേട്ടോ, കാരണം അത്രയ്ക്ക് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഏരിയ ഒക്കെ നോക്ക്, നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. അതിൻ്റെയൊക്കെ സെറ്റപ്പ് അല്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങോട്ട് വരും നിങ്ങൾ, ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, ഓപ്പൺ കിച്ചൺ. അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് നോക്ക്, അവിടെ നോക്ക്, നല്ല രസം കേട്ടോ. ആരെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ അതിനൊക്കെ അതിൻ്റെ ആ ഒരു സ്റ്റൈലില് നല്ല ഒരു പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് ആയിട്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കി ഇതിൻ്റെയൊക്കെ മോഡല്, ഈ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടെങ്കിൽ എന്താ രസം എന്നറിയോ. അതേമാതിരി ഈ ഒരു ഭാഗത്ത് നമുക്ക് വലിയൊരു വിൻഡോ വരുന്നുണ്ട്, ഫുള്ള് സ്ലൈഡിങ് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ചെറുങ്ങനെ ഒന്ന് ഇറങ്ങാണ്ട് ഒരു സ്റ്റെപ്പ് മാരിക്ക് ഇറങ്ങാണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്ക്, നല്ല രസം കേട്ടോ. വലിയ ജനലുമാരിക്കും ഇങ്ങനെ ഓരോ പാളികളായിട്ട്. അതേമാതിരി ഇനി നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. 4 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആദ്യത്തെ റൂം. ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നിങ്ങൾ, വലിയ റൂം, എത്രങ്ങാനും വലിയ റൂം അറിയോ. പെയിന്റിന്റെ മണം കൂടി മാറിയിട്ടില്ല, പുതുമണം മാറാത്ത പുതുപുത്തൻ വീട് അറിയില്ലേ, അതാണ് ഇത്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ. പിന്നെ വീടിന്റെ ഒക്കെ വാതിലുണ്ടല്ലേ, ഈ റൂമുകളുടെ ഒക്കെ വാതിലൊക്കെ നോക്ക്, സിമ്പിൾ വർക്കായിട്ട് മരന്നെയാണ് കേട്ടോ, ഫുള്ള് മരത്തിന്റെ ആണ്. സ്വിച്ചുകൾ കണ്ടെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ് കണ്ടില്ലേ, നല്ല നല്ല സ്വിച്ചുകള്, എല്ലാം നല്ല സൂപ്പർ സ്വിച്ചുകളും എല്ലാം നല്ല സെറ്റപ്പ്, എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാട്ടോ ഇതിന്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത്. വയറിങ്, പ്ലംബിങ്, എല്ലാ വക പരിപാടിയും വീടിന്റെ കഴിഞ്ഞ. പിന്നെ ജനൽ കിട്ടുമൊക്കെയാണ് വേറെ ഡിസൈനിലാണ് ജനൽ കൊടുത്തത്. ഒറ്റ ഭാഗത്ത് ഒറ്റ കള്ളിയായിട്ട് തന്നെ 4 ഇതായിട്ടുള്ള എല്ലാം കൊടുത്തത്. ഈ ഒരു ഭാഗത്തൊന്ന്, ഇപ്പുറത്തൊന്ന്, ഇപ്പുറത്ത് 2 പുറത്തേക്കുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ കാണുകയും ചെയ്യാം. ജനലിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ആ ബാത്റൂമിന്റെ ഒക്കെ വാതിലുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അതിനൊക്കെ നോക്കിയേ, ബ്ലാക്ക് കളറില് നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾ നോക്കി, നിങ്ങൾ ബാത്റൂമിന്റെ സെറ്റപ്പ് ഒക്കെ നോക്കുള്ളൂ, ഫുള്ള് അതിന്റെ എന്താ പറയാ, പ്ലംബിങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഫുള്ള് എല്ലാ സംഭവങ്ങളും, ടൈല് വരെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് അടുത്ത റൂം ഒന്ന് കണ്ടാക്കട്ടോ. ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഒരു 5-6 ആൾക്ക് ഇരിക്കാൻ സൗകര്യത്തിനുള്ള വലിയൊരു ഒരു ടേബിളൊക്കെ ഇടാൻ സൗകര്യത്തിനുള്ള ഡൈനിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി രണ്ടാമത്തെ റൂം ഇതാക്കണം ഇവിടെയാണ്. ഈ റൂമും നമ്മൾ കണ്ട അതേമാതിരിക്കുള്ള വലിയ റൂം തന്നെയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ്. താമസമൊന്നും ആയിട്ടില്ല, ഉണ്ടാക്കിയിട്ടിട്ട് ആകെ 3 മാസമേ ആയിട്ടുള്ളൂ. ഈ ഭാഗത്ത് 3 കള്ളി ജനലുണ്ട്. പിന്നെ ഇതാക്കണ് ഇപ്പുറത്തെ ഒരു 2 കള്ളി ജനലുണ്ട്. അകത്തോട്ടൊക്കെ നന്നായിട്ട് വെളിച്ചൊക്കെ കടക്കാൻ സൗകര്യത്തിനാണ് ജനലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാ ബാത്റൂമും വലിയ വലിയ ബാത്റൂമാണ്. ഈ ബാത്റൂമിന്റെ ടൈല് വേറെ ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത്. വലിയ വലിയ ബാത്റൂമാണ് കേട്ടോ, ചെറിയ ഇതല്ല. ബാത്റൂമിന്റെ ഒക്കെ ടൈലൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല രസമുള്ള ടൈലാണ് കേട്ടോ. ഇങ്ങോട്ട് വരെ നമുക്ക് ബാക്കി കാഴ്ചകൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്താ രസം എന്ന് പറയാം, മനസ്സിനൊരു ഭയങ്കര സന്തോഷം കേട്ടോ. അതേപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണുമ്പോ ഇപ്പൊ നമ്മൾ 2 റൂമും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അടുത്ത കാണാനുള്ള അടുക്കള ഉണ്ട്. അങ്ങോട്ട് നോക്കിയുള്ള അടുക്കളയൊക്കെ നല്ലൊരു സൗകര്യമുള്ള, നിന്ന് തിരിയാനൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയാണ്. ഇതിന്റെ ഈ ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. പാചകമൊക്കെ നോക്കിയാൽ ഫുള്ള് പാചകം സംഭവങ്ങളൊക്കെ ആണെങ്കിലും വൈറ്റ് കളറിലുള്ള ടൈലാണ് പാചകത്തിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് പൊടികളും സംഭവങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ആക്കിയിട്ടുണ്ട്.
ഇതിന്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള് നല്ലൊരു കളറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നോക്കിക്കേ, നല്ല കളറല്ലേ, നല്ല അടിപൊളി കളർ അല്ലേ. അതെ. പിന്നെ ഇത് താഴെ ആണെങ്കിലും എല്ലായിടത്തും ഫുള്ള് പാത്രം കഴുകാനുള്ള സൗകര്യം. അതുപോലെ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് 3 കള്ളി ജനൽ നമുക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഫുള്ള് എല്ലായിടത്തും നല്ല ലൈറ്റ് കിട്ടുന്ന പ്രകാശം വീടിന്റെ അകത്തോട്ട് നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ് എല്ലായിടത്തും ജനലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. നമ്മളിതാ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ 2 അടുക്കള ഉണ്ട്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ. ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് മെയിൻ ആയിട്ട് അടുക്കള വരുന്നത്. ആലുവ അടുപ്പെല്ലാം വരുന്നുണ്ട്, വിറകടുപ്പെല്ലാം ഉണ്ട്. അടുപ്പിന്റെ ചുറ്റുഭാഗം ഇതാ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എവിടെയും കരിയാൻ പോകുക ചെളിയ ഒന്നും പിടിക്കാൻ തുടങ്ങി അഥവാ എന്തെങ്കിലും ചെളിയ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കാൻ ഒക്കെ പാകത്തിന് ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വിറക് വര എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വിറകും സംഭവങ്ങളൊക്കെ എടുത്തേക്കാനുള്ള ഒരു വിറക് വര എല്ലാം ഉണ്ട് മുറ്റത്ത് തന്നെ. മുറ്റൊക്കെ ഫുള്ള് ജില്ലിട്ടേക്കട്ടോ. ഇതാ ഈ ഒരു ഭാഗത്ത് ചുറ്റുഭാഗം ജില്ലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ അകത്തെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അടുത്ത് കാണേണ്ട വീടിന്റെ മേലെ പോയിട്ട് ബാക്കി റൂമുകൾ, ബാക്കി 2 റൂം മേലെയാണുള്ളത്. ഇനി അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ ഇനി നമുക്ക് പോയി നോക്കട്ടോ. ബാ, സ്റ്റെയറൊക്കെ നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. സ്റ്റെയറിന്റെ ഒക്കെ ഈ ഒരു സ്റ്റൈലൊക്കെ കണ്ടില്ല ഞങ്ങള് ലേട്ടയ്യേ, നല്ല കിടിലം വീടല്ലേ. അതെ, സ്റ്റെപ്പ് കണ്ടില്ല, നല്ല കളറ് ടൈലാണ് ഇട്ടിട്ടുള്ള വീടിന്റെ. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോട്ടില്ല ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സ്ലൈഡിങ് ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വെളിച്ചം കിടക്കാൻ സൗകര്യത്തിനുള്ള വലിയ ജനൽ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു ഹാളായിട്ട് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റിനൊക്കെ ആണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഇരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ല സ്പേസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. താഴെ 2 റൂമും മേലെ 2 റൂമുമാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള റൂം കാണിഞ്ഞ് 3ാമത്തെ റൂം ഇതാ ഇവിടെ. എല്ലാ റൂമും വലിയ റൂമാട്ടോ. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ജനലാണെങ്കിലും 2 ഭാഗത്തും ജനലുണ്ട്. ഫുള്ള് വെളിച്ചം കടക്കുന്നുണ്ട് കേട്ടോ. അകത്തോട്ടല്ല നല്ല വെളിച്ചം തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇനി ഇത് ബാത്റൂമിന്റെ ഒക്കെ ഡോർ ഉണ്ടല്ലേ, നല്ല ഡോറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെ ടൈല് വേറെ കളർ ടൈലാണ് ഈ ഒരു ബാത്റൂമിനുള്ളത്. എല്ലാം ഒരേപോലത്തെ മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചിരുന്നല്ലേ. ഒന്നും മോശമാക്കിയിട്ടില്ല, എവിടെയും മോശമായിട്ടില്ല. ഒക്കെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വിച്ചുകളാണെങ്കിലും ബാത്റൂമിൻ്റെതാണെങ്കിലും ഈ ടൈലുകളാണെങ്കിലും ഒക്കെ നല്ല നല്ല മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 4ാമത്തെ റൂം ഒന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം തന്നെയൊക്കെ വലിയ റൂം തന്നെയാണ് കേട്ടോ. ജനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് എല്ലായിടത്തോട്ടും വെളിച്ചം കിടക്കാൻ സൗകര്യത്തിന് തന്നെയാണ് എല്ലാ ജനലും കാര്യങ്ങളും. നിലമൊക്കെ നോക്കിയാൽ നല്ല ടൈലാണ് ഇട്ടിട്ടുള്ളത്. സ്വിച്ചുകളൊക്കെ കണ്ടില്ല, എല്ലായിടത്തും നല്ല നല്ല സ്വിച്ചുകളൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും റൂഫൊക്കെ കണ്ടില്ല, നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു തന്നെയാണ്. ഇനി നോക്കിയാൽ ഈ ഒരു ഭാഗത്തോട്ട് വന്ന് നോക്കിയാൽ ഈ ഒരു ഭാഗത്തിന് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇനിയിപ്പോൾ അല്ല വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ പിള്ളേർക്ക് എഴുതി പഠിക്കാനൊക്കെ സൗകര്യത്തിനുള്ള ഒരു ടേബിൾ പോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബുക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് അതിനുള്ള ഒരു ഷെൽഫും എല്ലാം ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും. അതുപോലെ പിന്നെ ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഷെൽഫ് ഈ ഒരു ഭാഗത്തും ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വലിയ ബാത്റൂം തന്നെയാണ്. താഴെ കണ്ട അതേപോലെ തന്നെ ബാത്റൂം അല്ലേ. 4 റൂമും വലിയ റൂമാണ്. എല്ലാ റൂമിന്റെയും ബാത്റൂമും വലിയ വലിയ ബാത്റൂമുകൾ തന്നെയാണ്. ഇനി ഇവിടുന്ന് പുറത്തുനിന്നുള്ള ഒരു കാഴ്ച നോക്കിക്കേ, നമ്മളെ ടൗണാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ വീടിന്റെ അകത്തുനിന്നുള്ള കാഴ്ച ഇത്രയ്ക്കാണ്. നല്ല രസമുള്ളൊരു വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇങ്ങോട്ട് ഒന്നും ഒരു പണി നിങ്ങൾക്ക് എടുക്കാനുള്ള ഈ പൈസ കൊടുക്കുക, ആധാരം എഴുതുക, എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ പോരെ താമസം തുടങ്ങുക. ഇനി വീട്ടിൽ വേറെ എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇങ്ങോട്ട് വരി, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തുനിന്നുള്ള ഇവിടുന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങോട്ട് വാ. ഇനി ഒരു റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ തുണിയൊക്കെ വിരിച്ചിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് ഇവിടെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അല്ലേ. അതെ. പിന്നെ നമുക്ക് അടുത്തത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഈ ഒരു ഭാഗത്തോട്ട് വന്ന് നോക്കി, ഇവിടെ വന്ന് നോക്കി, എന്താ രസം എന്നറിയോ, ഫുള്ള് വെളിച്ചം. ബാൽക്കണി പറഞ്ഞാൽ അതേമായിരിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങാടിക്കാൻ കാണട്ടോ. വണ്ടികളൊക്കെ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോണതാണ്. ബസ്സുകൾ ഇങ്ങനെ മിനിറ്റിന് പോണ്ട് ബസ്സുകളൊക്കെ കേട്ടോ. അങ്ങാടിയാണ് ആ കാണുന്നത്. അടുത്തുള്ള വീടുകളും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൂടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 50 മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 8.5 സെന്റ് സ്ഥലമാണ്. 2000 സ്ക്വയർ ഫീറ്റ് പണിത് ഈ ഒരു മനോഹരമായ ഒരു വീടും കൂടി ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 67 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിലും ഈ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 അപ്പോൾ എത്രയും പെട്ടെന്ന് പടപടയെന്ന് പറഞ്ഞ് വിളിച്ചോളിട്ടോ. നല്ല അടിപൊളി ഒരു കിടിലൻ കോളാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.